അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ സൂറത്തായ സൂറത്തുൻ നിസായിലെ 42 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് ഇൻഷാ അല്ലാഹ് 43-ാമത്തെ ആയത്ത്, കുറച്ച് വലുപ്പമുണ്ട്. ആ ആയത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖറബുസ് സ്വലാത വ അൻതും സുകാറാ ഹത്താ തഅലമൂ മാ തഖൂലൂൻ വലാ ജുനുബൻ ഇല്ലാ ആബിരി സബീൽ ഹത്താ തഗ്തസിലൂ വഇൻ കുൻതും മർദാ ഔ അലാ സഫരിൻ ഔ ജാഅ അഹദും മിൻകും മിനൽ ഗായിത് ഔ ലാമസ്തുമുൻ നിസാഅ ഫലം തജിദൂ മാഅ ഫതയമ്മമൂ സഈദൻ ത്വയ്യിബാ ഫംസഹൂ ബിവുജൂഹിക്കും വഅയ്ദീക്കും ഇന്നല്ലാഹ കാന അഫൂവൻ ഗഫൂറാ. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലാ തഖറബുസ് സ്വലാത്ത, നിങ്ങൾ നമസ്കാരത്തിൽ അല്ലെങ്കിൽ നമസ്കാര സ്ഥലത്ത് പ്രവേശിക്കരുത്. വ അൻതും സുകാറ, നിങ്ങൾ ലഹരി ബാധിതരായിക്കൊണ്ട്. ഹത്താ തഅലമൂ മാ തഖൂലൂൻ, നിങ്ങൾ പറയുന്നതെന്താണ് എന്ന് നിങ്ങൾക്ക് അറിയുന്നതുവരെ. വലാ ജുനുബൻ, ജനാപത്തുകാരായിട്ടും നിങ്ങൾ നമസ്കാരത്തിലേക്കോ നമസ്കാര സ്ഥലത്തേക്കോ പ്രവേശിക്കരുത്. ഇല്ലാ ആബിരി സബീൽ, വഴി മുറിച്ചു കടക്കുന്നവനായിട്ടല്ലാതെ. ഹത്താ തഗ്തസിലൂ, നിങ്ങൾ കുളിച്ചു ശുദ്ധിയാകുന്നത് വരെ. വഇൻ കുൻതും മർളാ, ഇനി നിങ്ങൾ രോഗിയാണെങ്കിൽ, ഔ അലാ സഫരിൻ, അല്ലെങ്കിൽ യാത്രക്കാരനാവുകയാണെങ്കിൽ, ഔ ജാഅ അഹദും മിൻകും മിനൽ ഗായിത്, വിസർജന ശേഷം അല്ലെങ്കിൽ വിസർജന സ്ഥലത്ത് നിന്ന് നിങ്ങൾ വരികയാണ്. ഔ ലാമസ്തുമുൻ നിസാ, സ്ത്രീകളുമായി സംസർഗത്തിലേർപ്പെട്ടു. ഫലം തജിദൂ മാഅ, നിങ്ങൾക്ക് വെള്ളം കിട്ടിയതുമില്ല. ഫതയമ്മമൂ സഈദൻ ത്വയ്യിബ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നല്ല മണ്ണ് ഉപയോഗിച്ചുകൊണ്ട് തയമ്മും ചെയ്യുക. ഫംസഹൂ ബിവുജൂഹിക്കും വഅയ്ദീക്കും, നിങ്ങളുടെ മുഖങ്ങളും കൈകളും തടവുക. ഇന്നല്ലാഹ കാന അഫൂവൻ ഗഫൂറ, അല്ലാഹു ഏറെ മാപ്പ് നൽകുന്നവനും പൊറുക്കുന്നവനുമാണ്. ഇതാണ് ഈ ആയത്തിന്റെ അർത്ഥം. ഇതിലൊരുപാട് കർമ്മശാസ്ത്രപരമായ നിയമങ്ങൾ ഈ ആയത്തിൽ ഉള്ളതുകൊണ്ട് സ്വല്പം വിശദമായി പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട ആയത്താണിത്. ഇതിന്റെ ആദ്യ ഭാഗം നമ്മൾ മുമ്പൊരിക്കൽ സൂറത്തുൽ ബഖറ എടുത്തപ്പോൾ അല്ലെങ്കിൽ സൂറത്തുൽ ബഖറ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലാ തഖറബുസ് സ്വലാത്ത വ അൻതും സുകാറ, നിങ്ങൾ മത്ത് പിടിച്ചുകൊണ്ട്, ലഹരി ബാധിച്ചുകൊണ്ട് നമസ്കാരത്തിലേക്ക് പ്രവേശിക്കരുത്, നമസ്കാരത്തോട് അടുക്കരുത്. ഹത്താ തഅലമൂ മാ തഖൂലൂൻ, നിങ്ങൾ പറയുന്നത് എന്താണ് എന്ന് നിങ്ങൾക്ക് ബോധമുണ്ടാകുന്നതുവരെ, അറിവുണ്ടാകുന്നതുവരെ.
ഇപ്പൊ ഇവിടെ ആദ്യത്തെ ഒരു നിർദ്ദേശം, ലഹരി ബാധിച്ചുകൊണ്ട് കള്ളു കുടിച്ചുകൊണ്ട് നിസ്കരിക്കാൻ വരരുത്, മത്ത് പിടിച്ചുകൊണ്ട് നിങ്ങൾ നമസ്കരിക്കരുത്. രണ്ടാമത് പറയുന്നത് അതിന്റെ കാരണം, നിങ്ങൾ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ഒരു ബോധം ഉണ്ടാവില്ല. കള്ളുടിയന്മാർ അങ്ങനെയാണല്ലോ, അവര് പറയുന്നത് എന്താണെന്ന് അവർക്ക് യാതൊരു അന്തം ഉണ്ടാവില്ല, ബോധം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ ഒരവസ്ഥയിൽ നമസ്കാരം എന്ന് പറയുന്നത് വളരെ ജാഗ്രതയോടുകൂടി, സൂക്ഷ്മതയോടുകൂടി, ഭക്തിയോടുകൂടി നിർവഹിക്കേണ്ട ഒരു കർമ്മമാണ്. കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് നമസ്കാരം. നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി ചോദിക്കുന്ന കർമ്മങ്ങളിൽ ഒന്നാമത്തേത് നമസ്കാരമാണ്. നമസ്കാരത്തെ സമീപിക്കുമ്പോൾ അതിന് അതിൻ്റെതായ പവിത്രത, സൂക്ഷ്മത, ശുദ്ധി, ജാഗ്രത, ഭക്തി ഇതൊക്കെ ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് നമസ്കരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? വുളു എടുക്കണം, അല്ലേ? എന്തിനാ വുളു എടുക്കുന്നത്? ഇപ്പോ മരിച്ചുപോയ സൈമൺ മാസ്റ്റർ ഒരിക്കൽ എഴുതുകയുണ്ടായി പ്രബോധനത്തിൽ, ക്രിസ്ത്യാനികളുടെ ആരാധനാലയങ്ങളിലേക്കുള്ള ആളുകളുടെ പ്രവേശനവും മുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങളിലേക്കുള്ള പ്രവേശനവും തമ്മിലുള്ള ഒരു താരതമ്യം അദ്ദേഹം നടത്തുകയുണ്ടായി. മുസ്ലിങ്ങൾ അവരുടെ ആരാധനാലയം, അതായത് നമസ്കരിക്കുന്ന സ്ഥലത്തെ ഒരു പവിത്രവും പരിശുദ്ധവുമായ ഒരു സ്ഥലമായി അവർ പരിഗണിക്കുന്നു. അതുകൊണ്ട് ശുദ്ധിയില്ലാതെ അവരങ്ങോട്ട് കയറില്ല. പള്ളിയിലേക്ക് കയറുന്നതിന് മുമ്പ് അവർ കയ്യ്, മുഖം, അതുപോലെ തന്നെ വായ, തല, കാല് ഇതൊക്കെ കഴുകിയിട്ടാണ് അവർ കയറുക. ചെരുപ്പിട്ടിട്ട് അവർ പള്ളിക്കകത്ത് കയറില്ല. അതുപോലെ തന്നെ അവിടെ കസേരകൾ നിരത്തി വെച്ചിട്ട് സാധാരണഗതിയിലുള്ള ഒരു ഇരുത്തല്ല. അവരുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് എല്ലാവരും, നിൽക്കാൻ വയ്യാത്തവർക്ക് കസേര ഉണ്ടാകാം, അല്ലാത്ത രീതിയിൽ ആളുകളൊക്കെ ഒരു പ്രത്യേക രീതിയിൽ നിൽക്കുന്നു, പ്രത്യേക രീതിയിൽ ഇരിക്കുന്നു, പ്രത്യേക രീതിയിൽ കുമ്പിടുന്നു. അതൊരു വല്ലാത്ത കാഴ്ചയാണ്. എന്നാൽ അദ്ദേഹം പറയുന്നത് ക്രിസ്ത്യാനികളുടെ ചർച്ചോ, അവർക്കവിടെ കസേരകളായിരിക്കും ഉണ്ടാവുക, ചെരുപ്പിട്ടിട്ട് അങ്ങോട്ട് കയറാം. അങ്ങനെ ആരാധനാലയത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ശുദ്ധിയാകണം എന്നൊന്നും നിർബന്ധമില്ല. അപ്പൊ ഈ രണ്ടിനെയൊന്നും കമ്പയർ ചെയ്യുന്നു. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നത്, നിങ്ങൾ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കണം എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ബോധമുള്ളവരായിരിക്കണം. കള്ളു കുടിച്ചിട്ട് പള്ളിക്ക് വരരുത്. കള്ള് എന്ന് പറയുന്നത് ലഹരിയുടെ ഒരിനം മാത്രമാണ്. ലഹരിക്ക് എത്ര എന്ത് ഇനുണ്ടായാലും ബോധമില്ലാതെ, അന്തമില്ലാതെ ലഹരി ബാധിച്ചവരായിക്കൊണ്ട് നിങ്ങൾ പള്ളിയിൽ ലാ തഖറബു സ്വലാത്ത വ അൻതും സുകാറ. സുകാറ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലഹരി ബാധിച്ചവൻ എന്നാണ്. ഏത് തരത്തിലുള്ള ലഹരിയാലും തരത്തില്ല. ഞാൻ കള്ളൊന്നും കുടിച്ചിട്ടില്ല, പക്ഷെ ഞാൻ മറ്റേ കഞ്ചാവ് അടിച്ചിട്ടുണ്ട്. കഞ്ചാവിനെ കുറിച്ച് ഖുർആനിലൊന്നും പറയുന്നില്ലല്ലോ, പിന്നെ അത് കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത്. ഏതു തരം ലഹരിയും. അതിന് കാരണം നിങ്ങൾ പള്ളിയിലേക്ക് വരുമ്പോൾ അതിന്റെ പവിത്രതയും അതിന്റെ ഭക്തിയും പാലിക്കുന്നില്ല. അല്ലാഹു അക്ബർ എന്ന് പറയാം. എന്തായി പറയുന്നതെന്ന് ഒരന്തം ഉണ്ടാവില്ല. കള്ളുടിച്ചിട്ട് വന്ന അങ്ങനെയല്ലേ? അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ എന്നുകൊണ്ട് കൈ കെട്ടുകയാണ്. ഇയാളാ പറയുന്നത് എന്താണ് എന്ന് അവർക്ക് യാതൊരു ബോധവും ഉണ്ടാവുകയില്ല. ശരിക്ക് കള്ള് നിരോധിക്കുന്നത് ഒരു ഡി അഡിക്ഷൻ പ്രോസസ് എന്ന് പറയാം. കാരണം അറബികൾക്ക് 3Ws ആണ് അവരുടെ പ്രധാനപ്പെട്ട ജീവിതത്തിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഒന്ന് വാർ, വിമൻ, വൈൻ. കള്ള്, പെണ്ണ്, യുദ്ധം. അവരുടെ ജീവിതത്തിന്റെ ഒരു അനിവാര്യ ഭാഗമായിരുന്നു കള്ള് എന്ന് പറയുന്നത്. അത്രത്തോളം അവരുമായിട്ട് ഇഴുകിച്ചേർന്ന കാര്യം. അപ്പോ കള്ള് കുടിക്കരുതെന്ന് ഒറ്റടിക്ക് പറഞ്ഞാൽ അത് നടപ്പാവൂല പ്രായോഗികമായി. അപ്പൊ അതുകൊണ്ട്
അതിലേക്ക് അവരെ കൊണ്ടുവരുന്ന തരത്തിൽ ആദ്യം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ച് ഒരു അവബോധം ഉണ്ടാക്കുകയാണ്. അതാണ് നമ്മൾ സൂറത്തുൽ ബഖറയിൽ 219 ആയത്തിൽ യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ, കള്ളിനെക്കുറിച്ചും ചൂതാട്ടത്തെക്കുറിച്ചും അവർ നിന്നോട് ചോദിക്കുന്നുണ്ട്. കാരണം അവർ വെറുതെ അല്ലല്ലോ ഒന്ന് ചോദിക്കുന്നത്. കള്ളുകൊണ്ട് ഒരുപാട് ഉപദ്രവങ്ങളുണ്ട്. കള്ളു കുടിച്ചാൽ ആള് മനുഷ്യനല്ല മൃഗമായി മാറും എന്നതുകൊണ്ടാണ് ഇപ്പൊ അവർ വന്നിട്ട് ചോദിക്കുന്നത്. അപ്പൊ ആളുകളൊക്കെ വന്നിട്ട് നിന്നോട് ചോദിക്കുന്നുണ്ട്, അല്ല ഈ കള്ള് കുടിക്കാൻ പറ്റുമോ? കള്ളു കുടിക്കാൻ പറ്റില്ല എന്ന് അതുവരെ പറഞ്ഞിട്ടില്ല. ഇത് ഈ ആയത്ത് ഇറങ്ങുന്നത് അല്ലെങ്കിൽ ആദ്യത്തെ നിർദ്ദേശം വരുന്നത് മദീനയിലാണ്, ഹിജ്റ 4-ാം വർഷത്തിലാണ് എന്നൊക്കെ ചില റിപ്പോർട്ടുകളിൽ കാണാം. എന്തായിരുന്നാലും ആദ്യത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടിയിട്ട് ഒരു 10-15 വർഷം കള്ള് നിരോധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ആളുകളൊക്കെ വന്നിട്ട് അവർക്ക് കുറച്ചുകൂടിയൊക്കെ ഒരു ജാഗ്രതയും ബോധമൊക്കെ ഉണ്ടായപ്പോ അവരെന്നെ വന്നിട്ട് ചോദിക്കാൻ തുടങ്ങി, നബിയെ കള്ളു കുടിച്ചാൽ ആൾക്ക് അന്തമല്ല ബോധമല്ല, പിന്നെ അവൻ എന്തൊക്കെയാ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. അപ്പോ യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ, ഇവര് ആളുകൾ വന്നിട്ട് നിങ്ങളോട് കള്ളിനെക്കുറിച്ചും ചൂതാട്ടത്തെക്കുറിച്ചും ചോദിക്കുന്നു. ഖുൽ, പറഞ്ഞേക്കുക, ഫീഹിമാ ഇസ്മുൻ കബീറുൻ വ മനാഫിഉ ലിന്നാസ് വ ഇസ്മുഹുമാ അക്ബറു മിൻ നഫ്ഇഹിമാ. ചോദിക്കുന്ന ആൾക്കാരോട് പറഞ്ഞേക്കുക, അതില് വലിയ ഉപദ്രവമുണ്ട്, വലിയ തിന്മണ്ട്, വലിയ കുറ്റുണ്ട്. കുറച്ചൊക്കെ അതുകൊണ്ട് ഉപകാരമാണ്. പക്ഷെ മനസ്സിലാക്കേണ്ടത് അതിന്റെ കുറ്റം എന്ന് പറയുന്നത് അതിന്റെ ഉപകാരത്തോട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ വളരെ വലുതാണ്. ഇപ്പൊ നല്ലതല്ല നിങ്ങൾക്ക് കള്ള് എന്ന ഒരു ധാരണ അവർക്കുണ്ടാകുന്ന ഒരു അവബോധം, ഒരു അവയർനെസ്, ആ മെസ്സേജാണ് വഇസ്മുഹുമാ അക്ബറു മിൻ നഫ്ഇഹിമാ എന്ന് പറഞ്ഞതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് അപ്പൊ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ്. അപ്പോ ചില റിപ്പോർട്ടുകളിൽ ഈ സൂറത്തുൻ നിസായിൽ ഇപ്പൊ നമ്മൾ ഈ ഓതുന്ന ഈ ആയത്തുണ്ടല്ലോ, 44-ാമത്തെ ഈ ആയത്ത്, ഇത് അവതരിപ്പിക്കപ്പെടുന്നതിന്റെ പശ്ചാത്തലം പല ആളുകളും നമസ്കരിക്കാൻ നിന്ന് ഇമാമ് നിന്നാൽ ഇമാമ് ഇപ്പോ വന്നിട്ട് ഏറ്റവും എളുപ്പം തെറ്റാനുള്ള ഒരു സൂറത്ത് ഏതാ? ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. ഓതിയാലും തീരൂല, ബോധം ഉണ്ടായിട്ട് തന്നെ തീരൂല. ചില ആൾക്കാർക്ക് ബോധമില്ലാതിരുന്നാലോ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അന ആബിദും മാ അഅ്ബദതും വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അന്ന ചൊല്ലിക്കൊണ്ടേയിരിക്കും. നമ്മളത് ഒരു തമാശയായിട്ട് ചോദിക്കും. പക്ഷെ തമാശ അല്ല, ഇങ്ങനെ സംഭവിച്ചു എന്ന ഹദീസുകളിലുണ്ട്. ഇപ്പോ അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഇമാം തിർമിദി, അബൂദാവൂദ് ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അദ്ദേഹം നമസ്കാരത്തിൽ അദ്ദേഹം ആദ്യം ഒരു സദ്യ സൽക്കാരം ഏർപ്പെടുത്തി. ആൾക്കാരൊക്കെ വന്നു, ഭക്ഷണമൊക്കെ കഴിച്ചു, അതിൽ മദ്യം ഉണ്ടായിരുന്നു. അപ്പൊ ആൾക്കാർ അതൊക്കെ കുടിച്ചു. എന്നിട്ട് നിസ്കരിക്കാൻ നിന്നപ്പോ നമസ്കാരത്തില് ഇമാമായത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനാണ്. അദ്ദേഹം ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വ നഹ്നു നഅ്ബുദു മാ തഅ്ബുദൂൻ എന്നാണ് ഓതിയത്ര. ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു എന്ന് ഓതുന്നതിന് പകരം വ നഹ്നു നഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനൊക്കെ ഞങ്ങളും ആരാധിക്കുന്നുണ്ട് എന്ന മോദി. അപ്പൊ ഇത് കുറച്ച് സീരിയസ് ആണ് സംഭവം. ഇത് പറയുന്നത് എന്താണ് എന്ന് ബോധമില്ലാത്തതുകൊണ്ടാണല്ലോ ഈ സംഭവിക്കുന്നില്ല. ഒരു സഹാബി ഒരിക്കലും നിങ്ങൾ ആരാധിക്കുന്നതിന് കാഫറുകളെ നിങ്ങൾ ആരാധിക്കുന്നതിന് ഞങ്ങൾ ആരാധിക്കുന്നു പറയില്ലല്ലോ. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടത് എന്ന് ഹദീസുകളിലെ ചില റിപ്പോർട്ടുകളിൽ കാണാം. അതായത് യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖറബുസ് സ്വലാത്ത വഅൻതും സുക്കാറ, സത്യവിശ്വാസികളെ നിങ്ങൾ ലഹരി ബാധിതരായിക്കൊണ്ട് നമസ്കാരത്തെ പ്രവേശിക്കരുത്.
ഹത്താ തഅലമൂ മാ തഖൂലൂൻ, നിങ്ങൾ പറയുന്നത് എന്താന്ന് നിങ്ങൾക്ക് അറിയുന്നത് വരെ. ഈ ആയത്ത് വെച്ചിട്ട് ചില ആളുകൾ പറയുന്നുണ്ട്, നമസ്കാരത്തിൽ ഓതുന്ന ഖുർആനും നമസ്കാരത്തിൽ ഓതുന്ന പ്രാർത്ഥനകളുടെയൊക്കെ ആശയം, അതിന്റെ അർത്ഥം അറിയൽ നിർബന്ധമാണ് എന്ന് ചില ആളുകൾ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നുണ്ട്. ഇത് കള്ളുകുടിയുടെ മാത്രം പ്രശ്നമല്ല. ഒരാൾ കള്ളൊന്നും കുടിച്ചിട്ടില്ല, പക്ഷെ വന്നിട്ട് അല്ലാഹു അക്ബർ എന്ന് പറയുന്നുണ്ട്. എന്താ പറഞ്ഞ അയാൾക്കറിയില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതുന്നുണ്ട്, പക്ഷെ അതിന്റെ അർത്ഥം എന്താന്ന് അയാൾക്കറിയില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അയാൾ ഓതുന്നുണ്ട്, പക്ഷെ അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്ന അയാൾക്കറിയില്ല. എന്തൊക്കെയോ പറയുന്നു. പകരം അയാള് ഈ ഖുർആൻ അയാൾ ഓതുന്നത്, അയാൾ പറയുന്നത്, അയാൾ പ്രാർത്ഥിക്കുന്നത് അതെന്താണ് എന്ന ബോധം അയാൾക്ക് ഉണ്ടാവണം എന്ന് ഈ ആയത്ത് വെച്ചിട്ട് ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്. പക്ഷെ അത് നിർബന്ധമാണ് എന്ന് പറയാൻ ഈ ആയത്ത് മതിയാവുകയില്ല. പക്ഷെ ഇവിടെ പറയുന്നത് ബോധം ഉണ്ടാവണം. അല്ലാഹു അക്ബർ എന്നാ ഞാൻ പറയുന്നത് എന്ന ബോധം എനിക്ക് ഉണ്ടാവണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ് ഞാൻ പറയുന്നത് എന്ന ബോധം ഉണ്ടാവണം. അത് ഇതിൽ നിന്ന് വ്യക്തമാണ്. അതിന് ആശയം അറിയുന്നത് വേണം എന്നീ ആയത്തിൽ നമുക്ക് അതിന്റെ ഒരു വിശാല വീക്ഷണത്തിൽ അല്ലെങ്കിൽ വിശാല വിശദീകരണത്തിൽ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ഒരാൾക്ക് അതിന്റെ അർത്ഥം അറിഞ്ഞിട്ടില്ലെങ്കിൽ അയാളുടെ നമസ്കാരം ബാത്തിലായി പോകും എന്ന് പറയാൻ പറ്റില്ല. അറിയണം, അറിയില്ല നല്ലതാണ് എന്നതിൽ നിന്ന് മനസ്സിലാക്കാം. പക്ഷെ ഇവിടെ പറയുന്നത് ലഹരി ബാധിച്ച് അന്തമില്ലാതെ ബോധമില്ലാതെ നമസ്കരിക്കുന്നതിനെ കുറിച്ചാണ്. അപ്പൊ അങ്ങനെ അന്തല്ലാതെ ബോധമല്ലാതെ നമസ്കരിക്കരുത് എന്ന് പറയാൻ. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പാണ് പിന്നീട് സൂറത്തുൽ മാഇദയിലെ 90-91 ആയത്തുകൾ നോക്കിയാൽ, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്വാൻ ഫജ്തനിബൂഹു ലഅല്ലക്കും തുഫ്ലിഹൂൻ. സത്യവിശ്വാസികളെ, മദ്യം, ചൂതാട്ടം, പ്രതിഷ്ഠ, ഭാഗ്യപരീക്ഷണങ്ങൾ, അതിന്റെ അമ്പുകൾ, ഇതൊക്കെ പിശാചിന്റെ പണിയാണ്. അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ ഫജ്തനിബൂ, അതെല്ലാം ഒഴിവാക്കണം, അതെല്ലാം ഉപേക്ഷിക്കണം. ഇതാണ് ഫൈനൽ ഡിസിഷൻ. അള്ളാഹു പറയാണ്, ഇനി നിങ്ങൾ മദ്യം തൊടാൻ പാടില്ല, ചൂതാട്ടത്തിലേക്ക് പോകാൻ പാടില്ല. ഫജ്തനിബൂ, അതെല്ലാം നിങ്ങൾ ഉപേക്ഷിക്കുക. ലഅല്ലക്കും തുഫ്ലിഹൂൻ, എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാം. എന്നാൽ പിന്നെ അടുത്ത ആയത്തിൽ ഒന്നും കൂടി വിശദീകരിക്കണം. ഇന്നമാ യുരീദു ശൈത്വാനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ, ചെകുത്താൻ നിങ്ങൾക്കിടയിൽ ശത്രുതയും കോപവും വൃത്തികേടും ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഫിൽ ഖംരി വൽ മൈസിർ, ഈ കള്ളുകൊണ്ടും ചൂതാട്ടം കൊണ്ടും. വയസുദ്ദകും അൻ ദിക്രില്ലാഹി വ അനിസ് സ്വലാത്ത്, അല്ലാഹുവിനെ ഓർക്കുന്നതിൽ നമസ്കാരത്തിൽ നിങ്ങളെ തെറ്റിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഫഹൽ അൻതും മുന്തഹൂൻ, നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ നേരായില്ലേ, ഇനി നിർത്താനായില്ലേ എന്നാണ്. ഫഹൽ അൻതും മുന്തഹൂൻ ചോദിച്ചതോടുകൂടി കള്ളിന്റെ എന്താണ് പറയാ ചാലുകളായിരുന്നു. ഇനി മതി, ഞങ്ങളുടെ വീട്ടിൽ സൂക്ഷിച്ചിട്ടുള്ള മദ്യക്കുപ്പികൾ, മദ്യചഷകങ്ങൾ എല്ലാം തെരുവിലൂടെ വലിച്ചെറിഞ്ഞു എന്നാണ്. കാരണം അതാണ് ഡി അഡിക്ഷൻ പ്രോസസ്സിന്റെ പ്രത്യേകത. ആദ്യം ഒരു സ്റ്റെപ്പ് വെച്ചു, രണ്ടാമതൊരു സ്റ്റെപ്പ് വെച്ചു, മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഇനി നിങ്ങൾക്ക് മദ്യം ഒരു തുള്ളി പോലും കഴിക്കാൻ പാടില്ല എന്ന നിരോധം വരികയും ചെയ്തു. അല്ലാതെ മറ്റേ നമ്മളെ ഗവൺമെന്റ് പറയില്ല, ഞങ്ങളുടെ നയം എന്താണ്, മദ്യവർജനമാണ് ഞങ്ങളുടെ നയം, പക്ഷെ ഞങ്ങൾ മദ്യം നിരോധിക്കൂല. കാരണം എന്താണ്, ആൾക്കാർ സ്വയം അതിന് ബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആൾക്കാരെ, എന്നിട്ടിപ്പോ 100 മദ്യഷോപ്പുള്ളത് 500 മദ്യഷോപ്പാക്കും. അപ്പൊ ആൾക്കാർക്ക് ബോധം വരുമല്ലോ. പറയുന്നതിന് ഒരു അന്തം വേണ്ടി, അടിസ്ഥാനം വേണ്ടി. ഞങ്ങൾ മദ്യവർജനമാണ് ഉദ്ദേശിക്കുന്നത്. എങ്ങനെ മദ്യം വർജിക്കുന്ന ആളുകളോട് നിങ്ങൾ പറയണം, മദ്യം നിങ്ങൾ കഴിക്കരുത്, ആ ഔട്ട്ലെറ്റുകൾ കുറച്ച് കൊണ്ടുവരണം. ഇതാണല്ലോ പറയുന്നതിന്റെ അർത്ഥം. പക്ഷെ നിങ്ങൾ കള്ള് വിൽപ്പന കൂട്ടുകയാണ്, എന്നിട്ട് പറയാം നിങ്ങൾ മദ്യം വർജിക്കണം കേട്ടോ. പറയുന്നതിനും വേണ്ടേ ഒരു ന്യായം. പക്ഷെ അങ്ങനെയാണ് നമ്മുടെ നാട്ടിലിപ്പോ. കാരണം പൈസ കാര്യമായി കിട്ടുന്നത് അതുവഴിയായതുകൊണ്ട് അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായിരുന്നാലും ഇതാണ് ഒരു സബബുൻ നുസൂൽ. വേറൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നമസ്കരിക്കുമ്പോ അസ്ലഅ ഇബ്നു ശുരൈഹ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സഹാബി പറയുന്നുണ്ട്, ഞാൻ ജനാബത്തുകാരനായി, പക്ഷെ ഭയങ്കര തണുപ്പ്,
-ഡിഗ്രി ഒക്കെ ഉള്ള സമയമാണ്. തണുത്ത വെള്ളത്തിൽ കുളിച്ചാൽ മരിച്ചു പോകുമോ എന്ന് എനിക്ക് പേടിയായി. അപ്പൊ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ കാര്യം ഉണർത്തി. അപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങിയത്. അപ്പൊ വല്ലാതെ കഠിന തണുപ്പുണ്ടെങ്കിൽ കുളിക്കാതെ ജനാപത്തുകാരനാണെങ്കിലും അയാൾക്ക് തയമ്മും ചെയ്യാം എന്ന് ഈ ആയത്തിലൂടെ എനിക്ക് ഒരു ഫത്വ ലഭിച്ചു, അല്ലെങ്കിൽ നിയമം ലഭിച്ചു എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഈ പശ്ചാത്തലത്തിലാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്നാണ് ഒരു വിശദീകരണം. അപ്പൊ ഇവിടെ വലാ തഖറബു സ്വലാത്ത വഅൻതും സുക്കാറാണ്. സ്വലാത്ത് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമസ്കാരമാണ് എന്നും നമസ്കാര സ്ഥലമാണ് എന്നും രണ്ടും ഉദ്ദേശമുണ്ട് എന്നാണ് തഫ്സീറുകളിലൊക്കെ കാണാൻ പറ്റുന്നത്. അപ്പൊ നമസ്കാര സ്ഥലത്തേക്കും നമസ്കാരത്തിലേക്കും നിങ്ങൾ ലഹരി ബാധിച്ചവനായിക്കൊണ്ട് ജനാപത്തുകാരനായിക്കൊണ്ട് നിങ്ങൾ പള്ളിയിലേക്കും നമസ്കാരത്തിലേക്കും പ്രവേശിക്കരുത്. അതാണ് ഇനി പറയാൻ പോകുന്നത്. വലാ ജുനുബൻ, ജനാപത്തുകാരനായിക്കൊണ്ടും നിങ്ങൾ നമസ്കാരത്തിലേക്ക് ആദ്യം പറഞ്ഞ കള്ളു കുടിച്ചുകൊണ്ട് ലഹരി ബാധിച്ചവനായിക്കൊണ്ട് നമസ്കാരത്തിൽ പള്ളിയിലേക്കും പ്രവേശിക്കരുത്. രണ്ടാമത്തത് ജനാപത്തുകാരനായിക്കൊണ്ടും നിങ്ങൾ നമസ്കരിക്കരുത്, നമസ്കാര സ്ഥലത്തേക്കും പ്രവേശിക്കരുത്. വലാ ജുനുബൻ. എന്താ ഈ ജനാപത്തുകാരനാവുക എന്ന് പറഞ്ഞാൽ? ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക ഒരർത്ഥം, ശുക്ലസ്ഖലനം സംഭവിക്കുക, ഇതാണ് ജനാപത്തുകാരനാവുക. ശുക്ലസ്ഖലനം സംഭവിച്ചിട്ടില്ലെങ്കിലും പുരുഷന്റെയും സ്ത്രീയുടെയും ലൈംഗികാവയവങ്ങൾ പരസ്പരം പ്രവേശിച്ചാൽ അതോടുകൂടി അയാൾ ജനാപത്തുകാരനായി മാറും എന്നാണ് ഭൂരിഭാഗം ഫുഖഹാക്കൾ അഭിപ്രായപ്പെടുന്നത്. സ്ഖലനം സംഭവിക്കണമെന്നില്ല. ഇപ്പൊ എന്തായിരുന്നാലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ എന്നാണ് ഇപ്പൊ അതിന്റെ അർത്ഥം. ഒരാൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട അയാൾ ജനാപത്തുകാരനായി എന്നാണ് പറയാം. ശരിക്കും ജുനുബ് എന്ന് പറഞ്ഞാൽ അകൽച്ച എന്നാണ്. അപ്പോ ശുദ്ധിയിൽ നിന്നൊരകൽച്ച വന്നു എന്നാണ് അതിന്റെ വേണമെങ്കിൽ ഭാഷാർത്ഥത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. അയാൾ ഇത്രയും നേരെ ശുദ്ധിയുള്ളവനായിരുന്നു. ഇപ്പൊ ജനാപത്തുകാരനായി എന്ന് പറയുമ്പോൾ ഇനി അയാള് പള്ളിയിലേക്കൊക്കെ പ്രവേശിക്കണമെങ്കിൽ നമസ്കരിക്കണമെങ്കിൽ കുളിക്കണം. ഇതാണ് ജനാപത്തുകാരനാവുക എന്ന് പറയാം. അപ്പൊ അങ്ങനെ ലഹരി ബാധിച്ചവനായിക്കൊണ്ടും ജനാപത്തുകാരനായിക്കൊണ്ടും നിങ്ങൾ വലാ തഖറബു സ്വലാത്ത വഅൻതും സുക്കാറ വലാ ജുനുബൻ. പക്ഷെ അവിടെ ഒരു എക്സംഷൻ അള്ളാഹു നൽകാണ്. ഇല്ലാ ആബിരി സബീലിൻ ഹത്താ തഗ്തസിലു. ഇല്ലാ ആബിരി സബീൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഒഴിവ് കൊടുക്കുന്നുണ്ട്. ആബിറു സബീൽ എന്ന് പറഞ്ഞാൽ ഒരർത്ഥം യാത്രക്കാരൻ എന്നാണ്. ഇപ്പൊ യാത്രക്കാരന്, യാത്ര ചെയ്യുന്ന ആൾക്ക് സ്ഖലനമുണ്ടായാൽ അല്ലെങ്കിൽ ജനാപത്തുകാരനായാൽ അയാൾ കുളിക്കണമെന്നില്ല, അയാള് വുളു എടുത്താൽ മതി എന്നാണ് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ കുറെ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? യാത്ര ചെയ്യാണ്, ശരിക്ക് നമ്മളിപ്പോ നാട്ടിലൊക്കെ ജീവിക്കുകയാണെങ്കിൽ അയാള് ജനാപത്തുകാരനായാൽ ഹത്താ തഗ്തസിലു, അയാൾ കുളിക്കണം. കുളിക്കാതെ അയാൾക്ക് നമസ്കരിക്കാൻ പറ്റില്ല, അയാൾക്ക് പള്ളി കയറാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ഒരു എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. ഇല്ലാ ആബിരി സബീൽ. അതിന് യാത്രക്കാരൻ എന്ന അർത്ഥം പറയുകയാണെങ്കിൽ അപ്പൊ എന്താ ഈ അർത്ഥം? യാത്രക്കാരൻ അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ സ്ത്രീക്ക് ജനാപത്തുകാരനായി അല്ലെങ്കിൽ ജനാപത്തുകാരിയായി അവർക്ക് നമസ്കരിക്കണമെങ്കിൽ കുളിക്കണമെന്നില്ല, വുളു എടുത്താൽ മതി. വുളു എടുത്തിട്ട് അവർക്ക് പള്ളി കയറാം, വുളു എടുത്തിട്ട് അവർക്ക് നമസ്കരിക്കുകയും ചെയ്യാം എന്നാണ് ഈ ആയത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു നിയമം എന്നാണ് വലിയൊരു വിഭാഗം പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. പക്ഷെ ഈ ആയത്തിന്റെ പശ്ചാത്തലം വെച്ച് നോക്കിയാൽ ഇനി പറയാൻ പോകുന്ന അർത്ഥമാണ് കൂടുതൽ ശരിയെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താന്ന് വെച്ചാൽ ഇവിടെ ആബിരി സബീൽ എന്ന് പറയുന്നത് മുറിച്ചു കിടക്കുക എന്നാണ്. ഇന്നത്തെ പള്ളി പോലെയൊന്നും ആയിരുന്നില്ല അന്ന് പള്ളികൾ. അന്നിങ്ങനെ പള്ളിക്ക് ഇങ്ങനെ ഗേറ്റ്, പള്ളിക്ക് ഇങ്ങനെ മതില്, അതൊന്നുമില്ല. പള്ളി എന്ന് പറയുന്നത് മുകളിൽ ഒരു ഇതുണ്ടാവും, എന്തേ മേൽപ്പൂര. ചിലപ്പോ ഈ ഈത്തപ്പനയുടെ തടുക്കുകൊണ്ട് ഉണ്ടാക്കിയതായിരിക്കും. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഓപ്പണായിരിക്കും. എന്ന് മാത്രമല്ല പള്ളിയുടെ അപ്പുറത്തുപ്പുറത്തൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. അപ്പോ ഒരാൾക്ക് അയാളുടെ വീട്ടിലേക്ക് പോകണമെങ്കിൽ പള്ളി മുറിച്ചിടണം. ഇയാൾ ഇനി അപ്പുറത്തു കൂടെ പോകുന്നതിന് പകരം ഇയാള്
നമസ്കാരത്തിന്റെ ഉദ്ദേശമില്ലാതെ മുറിച്ചു കടക്കുകയാണെങ്കിൽ അയാൾ ജനാപത്തുകാരനാണെങ്കിലും അയാൾക്ക് പള്ളി ക്രോസ് ചെയ്യാം, പള്ളി മുറിച്ചു കടക്കാം എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പോ നിങ്ങൾ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കരുത്, നിങ്ങൾ നമസ്കരിക്കുന്ന പള്ളിയിലേക്കും പ്രവേശിക്കരുത്, നിങ്ങൾ ലഹരി ബാധിച്ചവനാണെങ്കിൽ, നിങ്ങൾ ജനാപത്തുകാരനാണെങ്കിൽ. എന്നാൽ ക്രോസ് ചെയ്യുക, പള്ളി ക്രോസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പള്ളിയുടെ അകത്തുകൂടെ കടന്നു പോകാവുന്നതാണ് എന്നർത്ഥമാണ് ഈ ആയത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അതാണ് ഇതിന്റെ പ്രത്യക്ഷാർത്ഥം. അപ്പോ ആ അർത്ഥമാണ് കൂടുതൽ ഈ പശ്ചാത്തലത്തിൽ കൂടുതൽ ശരി. രണ്ടർത്ഥത്തിനും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇവിടെ ഈ വലാ തഖറബു സ്വലാ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്ന നമസ്കരിക്കരുത്, പള്ളിയിലേക്ക് കടക്കരുത്, ഖുർആൻ പാരായണം ചെയ്യരുത്. ഈ 3 കാര്യങ്ങളാണ് ജനാപത്തുകാരൻ ചെയ്യാൻ പാടില്ലാത്തതെന്ന്. എന്നാൽ അതിനപ്പുറത്തേക്ക് നമസ്കാരത്തിന് അല്ലാതെ പള്ളിയിലേക്ക് ക്രോസ് ചെയ്യണം, അല്ലെങ്കിൽ പള്ളിയിൽ ഒരു സാധനം മറന്നു വെച്ചു. ഞാനൊരു എക്സാമ്പിൾ, പള്ളിയിൽ ഒരു സാധനം മറന്നു വെച്ചു. കുറച്ച് ജനാപത്തുകാരനായിട്ടാണ് അയാൾക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, ആ സാധനം പള്ളിയിലുണ്ട്, എന്റെ വില പിടിച്ച സാധനം. കുളിക്കാൻ നിന്നപ്പോഴേക്ക് അത് പോയി പോകുന്നുള്ളത് പേടിന് അയാൾക്ക് വന്നിട്ട് പള്ളിയിൽ കയറി ആ സാധനം എടുത്തിട്ട് പോകാം. കാരണം എന്താണ് ഉദ്ദേശം? പള്ളിയിലാൾ വരുന്നത് എന്തിനാണ്? നമസ്കരിക്കാനല്ല. അപ്പൊ നമസ്കാരോദ്ദേശമല്ലാതെ മറ്റ് പല ഉദ്ദേശങ്ങൾക്കും പള്ളിയിലൂടെ കടന്നു പോകുന്നത് തെറ്റല്ല എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് വെച്ചുകൊണ്ട് തന്നെ ഇപ്പൊ സ്ത്രീകൾ അവർക്ക് ആർത്തവമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നമസ്കരിക്കുക എന്നതല്ലാത്ത ഉദ്ദേശത്തിൽ ഖുർആൻ പഠിക്കാൻ ഒക്കെ പള്ളിയിലേക്ക് വരുന്നതിന് കുഴപ്പമില്ല എന്ന് അഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാരുമുണ്ട്. ഖുർആൻ പഠിക്കാൻ, ഒരു ഖുർആൻ കേൾക്കുകയും ഖുർആൻ മനസ്സിലാക്കുകയും ചെയ്യാൻ വേണ്ടി നമസ്കരിക്കാനല്ല പള്ളിയിൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പള്ളിയിലൂടെ ക്രോസ് ചെയ്യാൻ പറ്റും. കാരണം പള്ളിയിലേക്ക് വരുന്നത് നമസ്കരിക്കാനല്ല, ക്രോസ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ്. അതിനേക്കാളും മഹത്തായ ലക്ഷ്യമോടുകൂടി പഠിക്കാനും മനസ്സിലാക്കാനൊക്കെയാണ് വരുന്നതെങ്കിൽ അവർക്ക് പള്ളിയിൽ വരാവുന്നതാണ് എന്ന അഭിപ്രായവും ഇത് വെച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോ 2 കാര്യമാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഒന്ന് നമസ്കരിക്കുക, മറ്റൊന്ന് നമസ്കാര സ്ഥലത്തേക്ക് പ്രവേശിക്കുക. നമസ്കരിക്കാനും നമസ്കാര സ്ഥലത്തേക്ക് പ്രവേശിക്കാനും ശുദ്ധി വേണം. ശുദ്ധിയോടുകൂടിയാണ് നിങ്ങൾ അങ്ങോട്ട് പ്രവേശിക്കേണ്ടത്. നിങ്ങൾക്കതിൽ എക്സംഷൻ ഉണ്ട്. നിങ്ങൾ നമസ്കരിക്കാനല്ലാതെ ക്രോസ് ചെയ്യുക എന്ന ഉദ്ദേശത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ യാത്രക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് കുളിക്കാതെയും ഹത്താ തഗ്തസിലൂ എന്നവിടെ പറഞ്ഞു. എന്താണ് ഇഗ്തിസാൽ എന്ന് പറഞ്ഞാൽ? നമ്മളൊക്കെ മദ്രസയിൽ പോയവരാണല്ലേ, മിക്കവാറും ആൾക്കാർ മദ്രസയിൽ പോയിട്ടില്ലേ? ശുദ്ധി 2 തരത്തിലുള്ള ശുദ്ധി ഉണ്ട് എന്ന് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയത്? എല്ലാവരും മദ്രസയിൽ പോയിട്ടുണ്ട്. ചെറിയ അശുദ്ധിയും വലിയ അശുദ്ധിയും. ചെറിയ അശുദ്ധി പരിഹരിക്കണമെങ്കിൽ വുളു എടുത്താൽ മതി അല്ലെ? വലിയ അശുദ്ധി പരിഹരിക്കണമെങ്കിലോ കുളിക്കണം. അപ്പൊ ഇവിടെ പറയുന്നത് വലിയ അശുദ്ധിയെ കുറിച്ചാണ്. ജനാപത്തുകാരനാവുക, ലഹരി ബാധിച്ചവന് കുളിച്ചിടൊന്നും കാര്യമില്ല. ലഹരി ബാധിച്ചുകൊണ്ട് നമസ്കരിക്കാൻ തന്നെ പാടില്ല. പക്ഷെ ജനാപത്തുകാരനായാൽ അതാണ് വലാ ജുനുബൻ എന്ന് വേറെ തന്നെ പറഞ്ഞത്. വലാ ജുനുബൻ ഇല്ലാ ആബിരി സബീലിൻ ഹത്താ തഗ്തസിലു. ജനാപത്തുകാരനാണെങ്കിൽ നിങ്ങൾ നമസ്കരിക്കാനോ നമസ്കാര സ്ഥലത്തേക്കോ പ്രവേശിക്കാൻ പാടില്ല. ഹത്താ തഗ്തസിലു, നിങ്ങൾ കുളിക്കുന്നത് വരെ. ഇവിടെ നേരത്തെ പറഞ്ഞ ഈ ആയത്ത് അവതരിപ്പിക്കാനുണ്ടായ പശ്ചാത്തലം, ഒന്ന് കുളിക്കാൻ, സാധാരണഗതിയിൽ കുളിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളം ഉപയോഗിച്ച് കുളിക്കുക അല്ലെ? ഇതിനാണ് കുളിക്കുക എന്ന് പറയാം. അപ്പോ പക്ഷെ നമ്മൾ മലയാളികൾക്ക് പിന്നെ വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു വീക്ക്നെസ് ആണ്. നമ്മൾ കുളിക്കുന്ന പോലെ ഒന്നും വേറെ ആൾക്കാർ കുളിക്കൂല. അതായത് വെള്ളം ഇങ്ങനെ നമ്മൾ കോരി ഒഴിക്കും, അല്ലെങ്കിൽ ഷവർ തുറന്നിടും, ശരീരത്തിലേക്ക് ഇങ്ങനെ വെള്ളം അങ്ങനെ കുളിക്കുന്ന ആൾക്കാർ കുറവാണ്. നിങ്ങൾ വിശേഷിച്ച് നിങ്ങൾ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് കാരണം അതിന് കാരണം എന്താന്ന് വെച്ചാൽ അവിടെ അവർക്ക് നമ്മൾക്ക് അത്ര കിട്ടുന്ന പോലെ വെള്ളം കിട്ടുന്നില്ല എന്നുള്ളത് ഒന്ന്, കാലാവസ്ഥ മറ്റൊന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒക്കെ കാലത്ത് ഒളു എടുക്കുന്നത്, കുളിക്കുന്നത്, അതിനെക്കുറിച്ചൊക്കെയുള്ള ഹദീസുകൾ വായിച്ചാൽ നമുക്ക് അത് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. ചെറിയൊരു പാത്രത്തിൽ, ഒരു പാത്രം ഇത്ര വലിപ്പമുള്ള ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടൊന്ന് കുളിക്കാൻ പറ്റുമോ? എങ്ങനെ ഇപ്പൊ കുളിക്കുക എന്നുള്ളത് നമ്മൾ ആലോചിച്ചു. നമ്മൾ സ്പോഞ്ച് വെച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒപ്പേണ്ടി വരും.
പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അവർ ചെറിയ കൂജയിൽ വെള്ളം കൊണ്ട് ഒളു എടുത്തിരുന്നു, ചെറിയൊരു പാത്രത്തിലെ വെള്ളം കൊണ്ട് കുളിച്ചിരുന്നു എന്നൊക്കെ കാണാൻ പറ്റും. വെള്ളം നല്ല ഉണ്ടാവും, നല്ല രൂപത്തിൽ കുളിക്കും, അല്ലാത്ത രൂപത്തിൽ ഈ രൂപത്തിലും കുളി ഉണ്ടായിരുന്നു. അപ്പോ ഇഗ്തിസാൽ എന്ന് പറഞ്ഞ കുളിക്കലാണ്. അപ്പൊ നിങ്ങൾ ജനാപത്തുകാരനായാൽ നിങ്ങൾ കുളിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ യാത്രക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് കുളിക്കണമെന്നില്ല, wudu എടുത്താൽ മതി എന്നാണ് ഒരർത്ഥമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇതിന്റെ വിശദാംശങ്ങൾ ഇന്ന് നമുക്ക് പൂർത്തിയാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ബാക്കി നമുക്ക് അടുത്ത ആഴ്ച എടുക്കാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് തയമ്മുമായി ബന്ധപ്പെട്ടതാണ്. എങ്ങനെയാണ് തയമ്മും ചെയ്യേണ്ടത്, ഏതൊക്കെ പശ്ചാത്തലത്തിലാണ് ചെയ്യേണ്ടത്, എന്താണ് അത് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ളത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചോദിക്കണ്ടേ?